കഴിഞ്ഞ വർഷം വരെ ഗോത്രസാരഥി, ഈ വർഷം വിദ്യാവാഹിനി. പേര് മാറിയെങ്കിലും പദ്ധതി ഒന്നു തന്നെ. ആദിവാസി കുട്ടികളെ മുടങ്ങാതെ സ്കൂളുകളിൽ എത്തിക്കാൻ സർക്കാർ ഒരുക്കിയ സംവിധാനമാണ്. വന്യമൃഗ ഭീഷണി നേരിട്ട് കാട്ടിലൂടെ കിലോമീറ്ററുകൾ നടന്ന് സ്കൂളിൽ പോകേണ്ടിയിരുന്ന കുട്ടികൾക്ക് വലിയ ആശ്വാസമാണ് വിദ്യാവാഹിനി. ആദ്യമൊക്കെ നല്ല രീതിയിൽ പോയി, ഇപ്പോൾ അങ്ങനെയല്ല. ഒരു ദിവസം 1200 രൂപ നമുക്ക് വേണം ഡീസൽ അടിക്കാൻ. 1.5 ലക്ഷം രൂപയ്ക്ക് പുറത്ത് ഇനി കൊണ്ടുവരാൻ നമുക്ക് ഇങ്ങനെ വന്നാൽ പറ്റില്ല. കാരണം നമ്മൾ കയ്യിൽ നിന്ന് ക്യാഷ് മുടക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. വണ്ടിയില്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റില്ല. ആന ഒന്നൊക്കെ ഉണ്ട്. പട്ടികൾ ചിലപ്പം കടിക്കാൻ വരും. തേപ്പട്ടികളൊക്കെ ഉണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾക്കായിരുന്നു ആദ്യം നടത്തിപ്പ് ചുമതല. സാമ്പത്തിക ബാധ്യതയായതോടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഗോത്രസാരഥി പട്ടികവർഗ വകുപ്പ് ഏറ്റെടുത്തു. നിബന്ധനകളിൽ മാറ്റം വരുത്തുകയും ഗോത്രസാരഥി വിദ്യാവാഹിനിയാകുകയും പദ്ധതി പാളുകയും ചെയ്തു. നമ്മൾ വണ്ടി എടുക്കാത്തത് കൊണ്ട്, പിള്ളേർക്ക് ക്ലാസ്സിന് പോകാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ വീണ്ടും വണ്ടി എടുക്കുന്നത്. നമ്മൾ വെളിയിൽ വണ്ടി വേറെ കടമൊക്കെ മറിച്ചാണ് ഡീസൽ അടിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി ഡെയിലി ഡീസൽ അടിച്ചു വരുന്നത്. വണ്ടി ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് സ്കൂളിലേക്ക് പോകാൻ. അപ്പം കൊണ്ടുവരാനും ബുദ്ധിമുട്ട്. റോഡിൻ്റെ അവസ്ഥ അങ്ങനെ ശോചനീയാവസ്ഥയുള്ള റോഡുകളാണ്. അപ്പം നമുക്ക് കാണാം ഏകദേശം റോഡിൻ്റെ അവസ്ഥ. സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം ആഗ്രഹിച്ച വിദ്യാഭ്യാസം ലഭിക്കാതെ പോയ തങ്ങളുടെ അവസ്ഥ കുട്ടികൾക്കുണ്ടാകരുതെന്നാണ് ഇവിടുത്തെ രക്ഷിതാക്കൾക്ക് പറയാനുള്ളത്. അവർക്ക് സമയത്തിന് സ്കൂളിൽ പോകാനോ ഒന്നും ഒരു നിർവാഹവും ഇല്ല. അപ്പോൾ ഈ വിദ്യാവാഹിനി വണ്ടി വരുന്നതുകൊണ്ട് നമ്മളെ കുട്ടികൾക്ക് കുറേ കൂടി ഒരു ആശ്വാസമുണ്ട്. പക്ഷെ എന്നാലും ഇവരെ ശമ്പളം കൊടുക്കാത്തത് കാരണം അവർക്ക് വണ്ടി എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് വെറുതെ വെള്ളം കോരി ഒഴിച്ച് അവർക്ക് വണ്ടി ഓടാൻ പറ്റൂല. കുടിശ്ശിക തീർത്ത് കിട്ടിയില്ലെങ്കിൽ വണ്ടികൾ ഇനി ഓടില്ല. ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം അനിശ്ചിതത്വത്തിലാകും. പല സർക്കാർ പദ്ധതികളും ഇങ്ങനെയാണ്. ഒരു സുപ്രഭാതത്തിൽ അങ്ങ് തുടങ്ങും, ഇടയ്ക്ക് മുടങ്ങും. അതിൻ്റെ ഗുണഭോക്താക്കളായിരുന്നവർ കുടുങ്ങും. പിന്നീട് കാലക്രമേണ അങ്ങനെ ഒരു പദ്ധതിയേ ഇല്ലാതാകും. അങ്ങനെ ഇല്ലാതായി പോകുന്ന പദ്ധതികളുടെ പട്ടികയിലേക്ക് വിദ്യാവാഹിനിയെ ഉൾപ്പെടുത്തരുത്. പാവപ്പെട്ട കുട്ടികളുടെ പഠനത്തിൻ്റെ കാര്യമാണ്. സജികുമാറിനൊപ്പം അമൽ തെന്നമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്.